ഈ സ്വയം അറിയുക, സ്വയം മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ ഈ സ്വയം അറിയുക, സ്വയം മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും വളരെ നിശബ്ദമായിരിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവരുത്, ടിവിയോ ഫോണോ അതുപോലെ മറ്റുള്ളവരുടെ ഒരു ശല്യവുമില്ലാതെ ഒരു 5 മിനിറ്റ് വളരെ നിശബ്ദമായിട്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് നമ്മളെ തന്നെ കേൾക്കാൻ, നമ്മുടെ ഇമോഷൻസ് എന്താണ്, നമ്മുടെ ചിന്തകൾ എന്താണ്, നമ്മുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റുന്ന ഒരു സമയമാണ് ഈ പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഈ സമയം. രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പം നമുക്ക് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഫ്രസ്ട്രേഷൻസ് വരുന്നു, അല്ലെങ്കിൽ വിഷമം വരുന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ റിയാക്ഷൻസ് എങ്ങനെയാണ്, അതിനോട് നമ്മൾ എപ്രകാരമാണ് പ്രതികരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ നോട്ടീസ് ചെയ്യുക. നമ്മുടെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾക്ക് നമ്മുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, നമ്മളുടെ ഉള്ളിലുള്ള മുറിവുകൾ ഇനിയും ഉണങ്ങാനുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യമാണ് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു കാര്യം. നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ മോട്ടിവേറ്റഡ് ആവും. അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ഡേ ബൈ ഡേ നമുക്ക് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യമാണ് ജേർണലിംഗ്, എഴുതുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് ആകാനായിട്ട് ആഗ്രഹിക്കുന്നു, അതുപോലെ ഇന്ന് എന്നെ വിഷമിപ്പിച്ച കാര്യം എന്താണ്, ഇന്ന് എന്നെ സന്തോഷിപ്പിച്ച കാര്യം എന്താണ് എന്നൊക്കെ നമ്മൾ എഴുതുക. അപ്പം അതിലൂടെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുക എന്നുള്ളൊരു കാര്യം. അതായത് നമുക്ക് പലപ്പോഴും അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മൾ പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കേൾക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നമ്മളെപ്പറ്റി അറിയാത്ത കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത് വഴി നമുക്ക് നമ്മളെ അറിയുവാനും നമ്മളെ തന്നെ കെയർ ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനും സാധിക്കും. താങ്ക് യു.